ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് ഇനി ഒരു കൂടിച്ചേരൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക്, എനിക്ക് ഒട്ടുമിക്ക പേർക്കും ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവും എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റ് കാർഡ് നിങ്ങൾ കണ്ടു, ജോയ് എന്നുള്ളൊരു കാർഡാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ള ഒരു ഫേസസ് ആയിട്ടില്ല. നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങളിത് ടോട്ടലി അവസാനിച്ചു, ഇനിയൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീചാൻസ് ഇതിൽ കിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഓഫ് കോഴ്സ് ഗൈസ്, ഒരിക്കലും നിങ്ങളൊരു ജസ്റ്റ് തോട്ട് മാത്രമാണ്. നിങ്ങൾ പോലും വിചാരിക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീ എൻട്രി അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഇവിടെ എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ആൾക്ക് വളരെയധികം ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ഒരു ഗിൽറ്റി ഫീലിങ്സ്. കാരണം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു ഗിൽറ്റി ഫീലിങ്സ് അവിടെ വളരെയധികം കാണുന്നുണ്ട്. കാരണം ആൾക്കൊരു വളരെയധികം അപകർഷതാബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി വരാനായിട്ട് പോകുന്നത് ബാലൻസിങ് ആണ്. കാരണം അതായത് നമ്മൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്ന പോലെയുള്ളൊരു അപ്രോച്ച് ആയിരിക്കില്ല. ഒരു വ്യത്യസ്തമായ അപ്രോച്ചിൽ നിങ്ങൾ പോലും വിചാരിക്കാതെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും വീണ്ടും ഒരു ബാലൻസിങ് ഉണ്ടാവുകയുമാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒട്ടുമിക്ക പേരുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ ആയിട്ടാണ് നിങ്ങൾ കുറേയൊക്കെ അകന്നു മാറിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ബാലൻസിങ് കാർഡിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ 3 പേഴ്സൺസ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഒരു സ്ട്രോങ് ഒരു ഹ്യൂമൻ ഫിഗറാണ് ഇവിടെ കാണുന്നത്, ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെ. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇതിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിലൊരു 3 പേര് എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു ബാലൻസിങ് ആയിട്ട് വരില്ല എവിടെയും, അല്ലേ? അപ്പോൾ ഇവിടെ ബാലൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എല്ലാം റിമൂവ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ളൊരു ബാലൻസിങ് ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസിലായിരിക്കാം മിക്കവാറും എല്ലാവർക്കും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആരോടെങ്കിലെങ്കിലുമൊക്കെ നിങ്ങളറിയാതെ ചിലപ്പോൾ അതൊരു വലിയൊരു തേർഡ് പാർട്ടി, എന്താ പറയുക, ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും മേ ബി ആയിരിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളുമായിട്ട് അവർ എന്തെങ്കിലും ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരിക്കാം. അതവരൊരു സിറ്റുവേഷൻ കാരണം നിന്നിട്ടുണ്ടായിട്ടുള്ളതായിരിക്കാം. അത് അവർ പറയാതെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ മൂലം അവർക്കൊരു ഗിൽറ്റി ഫീലിങ്സ് അവിടെ വന്നിട്ട് അത് കണ്ടുപിടിച്ചെങ്കിലും അവരത് സമ്മതിക്കാൻ അല്ലെങ്കിൽ ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് മറച്ചു വെക്കാനായിട്ട് അദ്ദേഹം വളരെയധികം ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ ഒരു ഗിൽറ്റി ഫീലിങ്സ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് തർക്കിക്കുന്ന സമയത്ത് വളരെ ബാഡായിട്ട് തന്നെ നിങ്ങളോ അല്ലെങ്കിൽ അവരോ വാക്ക് തർക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും അങ്ങനെ എല്ലാവരെയും കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ച് പോയ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ നിങ്ങൾ അവരെക്കുറിച്ചോ മോശമായിട്ട് സംസാരിച്ച് പോയതിൻ്റെ പേരിലുള്ള ഒരു ഗിൽറ്റിനെസ് ഫീലിങ്സ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ബാലൻസിങ് ആണ് വരുന്നത്. ഒരു കർമ്മ നിങ്ങൾ ഇത്രയും കരുതിയാൽ മതി, ആ ഒരു പേഴ്സണ് ഒരു കർമ്മ ഉണ്ടായിരുന്നു. ആ ഒരു കർമ്മ അവർ അനുഭവിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങളും ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ആ ഒരു കർമ്മം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കും ആ ഒരു കർമ്മം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇവിടെ അനിവാര്യ ഘടകമായിരുന്നു എന്നതാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ മിക്ക ആൾക്കാരുടെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. നിങ്ങളോ അവരോ അല്ലെങ്കിൽ നേഴ്സസോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, കുറച്ച് പേരെങ്കിലും. പിന്നെ നിങ്ങൾ ഒരുപാട് പ്രയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരും എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രയറുകൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു പ്രയേഴ്സിന് മാനിഫെസ്റ്റേഷനൊക്കെ റിസൾട്ട് കിട്ടാനായിട്ട് പോവുകയാണ്. കണ്ടില്ലേ, പ്രയർ
അവരും ചെയ്യുന്നുണ്ട് പ്രയറുകൾ, ഒരുപാട് പ്രയേഴ്സിലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളുടെ കാര്യത്തിന് മാത്രമല്ല അവരുടെ ബാക്കിയുള്ള കാര്യത്തിന് അവർ പ്രയർ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ നിങ്ങളും പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിന് വേണ്ടി, പെർട്ടിക്കുലർ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് വളരെയധികം പ്രേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നത്. അവരിപ്പോഴും കൺഫ്യൂഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർ വന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം അത്രമാത്രം വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന സമയത്ത് ഒരു കോൺടാക്റ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വളരെയധികം ഒരു സംസാര രീതിയിലൊക്കെ. അപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളെ അവർ ആക്സെപ്റ്റ് ഇത്രയൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇനി അവർ വരുമോ ഉള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും ഒരു ആക്സെപ്റ്റൻസ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. നിങ്ങളെന്തായാലും ഇനിയും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് കാണിക്കുന്നത്. അത് മേ ബി നല്ലതും ആയിരിക്കാം ചീത്തയായിരിക്കാം. പക്ഷെ ജോയ് എന്ന് പറയുന്നുണ്ട്, ഒട്ടുമിക്ക പേർക്കും ഇതൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കണം. പക്ഷേ ഇവിടുത്തെ മെയിൻ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഇത് പോസിബിൾ ആവണമെന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ടായിരിക്കുള്ളൂ. കാരണം ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യ ഘടകമായിരുന്നു. കാരണം നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രയറിൻ്റെ ആ ഒരു സ്ട്രെങ്തൻ കൂട്ടാനോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനോ ഒക്കെ കൊണ്ടായിരിക്കണം ഇങ്ങനെയും ഇത്തരത്തിൽ കുറേ പേർക്കെങ്കിലും അങ്ങനെയും വന്നത്. കാരണം കുറേ പേരെങ്കിലും ദൈവത്തോട് അടുക്കണമല്ലോ. ദൈവത്തോട് അടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളൊരു ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്ന സമയത്തേക്ക് ഒട്ടുമിക്ക പേരും ദൈവങ്ങളെ ഒന്നും വിളിക്കില്ല. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിനോ ആ നിമിഷത്ത് മാത്രമേ നമ്മൾ പോയിട്ട് ദൈവങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോവുള്ളൂ. ഇപ്പോൾ പിള്ളേരാണെങ്കിൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ ആയിരിക്കും പോവുക, അല്ലെങ്കിൽ വല്ല കോമ്പറ്റീഷൻ ടൈമിലും. ഇപ്പം വലിയവരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കണം. മാനിഫെസ്റ്റേഷൻ പവർ എന്താണ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ എന്താണ് സ്പിരിച്വൽ ജേണി, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ഒരു ജേണി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഒരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പിന്നെ കുറേ പേരുടെ ഒരു എന്താ പറയുക, നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഇതെന്ത് വിദ്യയാണ് എൻ്റേത്. കാരണം ഫെയ്ത്ത് എന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് ഞാൻ പറയാണ്, ഇതെന്ത് വിദ്യയാണ് എൻ്റേതെന്ന് പലരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വന്നതിന് ശേഷം ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് മേ ബി എൻ്റെ വിദ്യ ആയിരിക്കാം, ഇങ്ങനെ കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ കാണുന്നത് ഫെയ്ത്ത് എന്ന കാർഡിൽ. പിന്നെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അയാളെ പറ്റിയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അയാൾക്കായിരിക്കാം നിങ്ങളെ പറ്റിയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഗോസിപ്സുകൾ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ. ഗോസിപ്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്കൊരിക്കലും ഒരാൾ ഡയറക്റ്റായിട്ട് പറയുന്നതായിരിക്കില്ല, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഗോസിപ്സ് ആയിരിക്കാം ഇത് കുറേയൊക്കെ എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്.